ഹലോ ഗൈസ്, എനിക്കൊരു അനിയത്തിയുണ്ട്. അവളാണ് ആസാക്കൂടെ ഇങ്ങനെ കറങ്ങി ആടി ആടി കളിച്ചത്. ഞാൻ പറഞ്ഞെടുത്ത് കളിച്ചതാണ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഡീറ്റെയിൽസ് പറയാന്ന്. ഓപ്പണിംഗ് വീഡിയോ എന്ന് പറഞ്ഞില്ലേ? സോറി ഗൈസ്, എനിക്കത് ഇടാൻ മറന്നു. ഞാൻ ശരിക്കും പറഞ്ഞ മറന്നു. ഞാൻ തന്നിട്ട് മുറിച്ചു. വേറെ ഒരെണ്ണുണ്ട് 10 രൂപയ്ക്ക്. ഞങ്ങളുടെ സ്കൂളിൽ പേപ്പർ ഡേ ആയിരുന്നു. പേപ്പർ ഡേ അപ്പം നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ടുപോകണം. അപ്പം ഞാൻ കൊണ്ടുപോയത് 25 രൂപയുള്ള ഇതും പിന്നെ 10 രൂപയുടെ ഇതും. രണ്ടും ഞാൻ വാങ്ങിയതൊന്നുമല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. നിങ്ങൾ ശരിക്കും എങ്ങനെ ഗിഫ്റ്റ് കിട്ടിയത്? ഇതിൽ എൻ്റെ പണ്ട് എനിക്കൊരു ഫോൺ ഉണ്ടായി. എൻ്റെ അല്ല, എൻ്റെ ഫോൺ. ആ ഫോണിലെടുത്ത യൂട്യൂബിലുള്ള വീഡിയോസ് കണ്ട് ഉള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അവിടെ ഉണ്ടായി. അവർ കാശ് കൊടുത്ത് വാങ്ങി. ഞാൻ പൈസ എനിക്ക് തോന്നി. എനിക്കത് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയോണ്ട് എനിക്ക് ഭയങ്കര കാശ് വേണം. ഒന്നും വേണ്ട. അച്ഛൻ്റെ അപ്പോഴാണ് ആൾ പറഞ്ഞേ കൂലിപ്പണിയാണ്. അച്ഛന് ഒരു ഹാർട്ട് അല്ല ഒരു കിഡ്നി പോയി. അങ്ങനെ സാമ്പത്തിക പ്രശ്നമായിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ, എൻ്റെ പേര് അന്യ ബിജു. എനിക്ക് 8 വയസ്സ്. ഇനി 8 ആകുമ്പോൾ എൻ്റെ ബർത്ത് അങ്ങനെ പറയാം സെപ്റ്റംബർ 10th ആണ്. മറ്റന്നാണ് എൻ്റെ ബർത്ത്. അപ്പോൾ എൻ്റെ വീട് നമ്മുടെ പള്ളികുന്നത്താണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഇവിടെ നിന്ന് വരുമ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ ഭാഗത്ത് ഇത് ഇങ്ങോട്ടാണ് വരണമെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ ലെഫ്റ്റാണ്. ഇങ്ങനെ പറഞ്ഞു ലെഫ്റ്റ് ആയിരിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടാ, ലെഫ്റ്റാന്ന് തോന്നുന്നു. അവിടെ ഒരു ബ്ലൂ വീടുണ്ട്, 2 വീടുണ്ട്. ഡാർക്ക് ബ്ലൂ വീടിൻ്റെ ഇതുള്ളത്. അതുണ്ടല്ലോ ഇതിങ്ങനെ പറയണം. ആ വീടിൻ്റെ ഇതിൻ്റെ അവിടെ ആളുടെ വീട്ടും പേര് എഴുതി വെച്ചിട്ടുണ്ട്, ആ ബ്ലൂ വീട്. പക്ഷെ എൻ്റെ വീടിൻ്റെ അവിടെ ഇതില്ല, ആ ബോർഡില്ല. എൻ്റെ വീട്ടും പേര് പറവട്ടാനി ഹൗസ് എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര്